പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും സുന്ദരനായ ആളാണെന്നും പക്ഷേ കടുപ്പക്കാരനാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുഎസും ഇന്ത്യയും ഉടൻ വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ആദ്യമായി ഘടകകക്ഷികൾക്ക് മുമ്പിൽ പ്രത്യേകിച്ച് CPIക്ക് വഴങ്ങേണ്ടി വന്നതിൽ CPMൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് റിപ്പോർട്ട്. ഒപ്പിട്ട PM ശ്രീ മരവിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തിന്റെ കത്ത് കിട്ടിയതിനു ശേഷം തുടർ നടപടിയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു DA കൂടി അനുവദിച്ചു. കിട്ടാനുള്ളതിൽ 4% ഇതെന്നും ഡിസംബർ ശമ്പളത്തോടൊപ്പം വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം SIR കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷമായി വിമർശിച്ചു. ജനാധിപത്യത്തോടുള്ള കനത്ത വെല്ലുവിളിയാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡരികത്തുള്ള വീടിന് റോഡിൽ നിന്നുള്ള ദൂരപരിധി 1 മീറ്ററായി കുറച്ചു. നേരത്തെ ഇത് 2 മീറ്ററായിരുന്നു. 100 ചതുരശ്ര മീറ്ററിൽ കൂടാത്തതും 2 സെന്റിനകത്തുള്ളതുമായ വീടുകൾക്കാണ് ഈ ഇളവ് ലഭിക്കുക. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. 7 ജില്ലകളിലായി 60ഓളം പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ 2020 തയ്യാറെടുക്കുന്നു. എറണാകുളത്തിന് പുറമെ തൃശ്ശൂരിലേക്കും 2020 എത്തും. ചെമ്പല്ലി മീൻ കഴിച്ച 50ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. കരിംകുളത്തു നിന്ന് 8 പേരും കാഞ്ഞിരംകുളത്തു നിന്ന് 12 പേരും തിരുവനന്തപുരത്ത് ചികിത്സ തേടുകയും ചെയ്തു. ഇത്തവണ SSLC പരീക്ഷ മാർച്ച് 5 മുതൽ 30 വരെയായിരിക്കും. +2 പരീക്ഷ മാർച്ച് 6 മുതൽ 28 വരെയും നടക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് കല്ലിയൂരിൽ അമ്മയെ മകൻ കഴുത്തറുത്തു കൊന്നു. കേരള പോലീസിൽ നിന്ന് വിരമിച്ച വിജയകുമാരിയുടെ മകൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയകുമാറാണ് ഈ ക്രൂരമായ കൊലപാതകം നടത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ റഫാൽ യുദ്ധവിമാനത്തിൽ പറന്നു. ആകെ അരമണിക്കൂറോളം രാഷ്ട്രപതി വിമാനത്തിൽ ചെലവഴിച്ചു. 2023 സുഖോയ് 30ലും രാഷ്ട്രപതി പറന്നിരുന്നു. 17ാം സ്ക്വാഡ്രന്റെ കമാൻഡിംഗ് ഓഫീസർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഗഹാനിയാണ് വിമാനം പറത്തിയത്. 15,000 അടി ഉയരത്തിലും 700 കിലോമീറ്റർ വേഗത്തിലും വിമാനം പറന്നു. പാകിസ്ഥാൻ പിടികൂടിയെന്ന് നുണ പറഞ്ഞ ഏക വനിതാ റഫാൽ പൈലറ്റ് ശിവാംഗി സിംഗ് രാഷ്ട്രപതിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ചരിത്രപ്രസിദ്ധമായ ആറാട്ട് തിരുവനന്തപുരത്ത് ഇന്ന് പൂജയും മറ്റ് ചടങ്ങുകളും ആരംഭിച്ചു. വൈകുന്നേരം ശംഖുമുഖത്ത് കടലിൽ നടക്കുന്ന ചടങ്ങുകളോടെ ആറാട്ടിന് സമാപനമാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും അവധിയാണ്. തൃപ്പൂണിത്തുറ നഗരസഭ സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് മേള ഇന്ന് തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ നടക്കും. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.